ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? കുറച്ച് കക്കയിറച്ചി ഇട്ടിട്ടുണ്ട്. നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന സാധനമാണ് കേട്ടോ. നമ്മുടെ ഇവിടെയും കിട്ടും, സൂപ്പർ മാർക്കറ്റിലും എല്ലായിടത്തും കിട്ടും. ഇതിപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നമ്മുടെ അവിടുത്തെ ആ കക്കയിറച്ചിയാണ്. ഇത് ഞാനൊന്ന് ഫ്രൈ ചെയ്യാൻ പോവാം. ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്, എന്നാലും ഇന്നിപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരുവാണേ. ആദ്യം തന്നെ ഞാൻ വേവിക്കുന്ന സംഭവങ്ങളാണ് കാണിച്ചു തരുന്നത്. അതിനുശേഷം ഫ്രൈ ആക്കാനുള്ളത് കാണിച്ചു തരാം. ഇതിപ്പോൾ ഇതാ ഒരു 2 കിലോ ഉണ്ട്. അതിനകത്തോട്ട് ഒരു 4 പച്ചമുളക് മുറിച്ചത്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കറിവേപ്പില, പാകത്തിന് ഉപ്പ്. ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. ഇത് നന്നായിട്ട് അതിൻ്റെ ഇതൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകി എടുത്തുകൊണ്ട് വന്നാ കേട്ടോ, കഷ്ടമൊക്കെ കളഞ്ഞ്. അപ്പോൾ അതാ നോക്കി, പാകത്തിന് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു. ഇനി ഇതിനെ ഒന്ന് സ്റ്റൗവൊക്കെ ഓൺ ചെയ്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിവിടെ ഇരുന്ന് വേകുന്ന സമയത്ത് ഇത് ഫ്രൈ ആക്കാനുള്ള സാധനങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യാവേ. ഒരു പിഞ്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്കങ്ങ് വേവിച്ചെടുക്കാവേ. ഇതൊന്ന് വെന്തോട്ടെ. നമ്മുടെ കക്കയിറച്ചിയൊക്കെ അതാ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് മാറ്റിയിട്ട് ചീനച്ചട്ടി വയ്ക്കാം. ചട്ടി ചൂടായപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ, അതാണ് ടേസ്റ്റ്. ഇതാ പട്ട, ഗ്രാമ്പൂ, പെരുംജീരകം എല്ലാം കൂടി ഇതിനകത്തോട്ട് ഇടുക കേട്ടോ. പൊടിച്ചല്ല ചേർക്കുന്നത്, ഇങ്ങനെയാണ്. ഇനി തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാവേ. തേങ്ങാക്കത്തൊക്കെ ചുമന്ന് വന്നപ്പം ചെറിയുള്ളി ഇട്ട് കൊടുക്കാവേ. ഇത് ഞാൻ ഇന്നലെ തൊണ്ട് പൊളിച്ച് ഫ്രിഡ്ജ് വെച്ചുകൊണ്ടാണ് കേട്ടോ, കരണ്ടില്ലായിരുന്നു. ചെറിയുള്ളിക്കൊക്കെ ഒരു കളറ് മാറ്റം. ഇതിനകത്തില്ലേ നമ്മുടെ കക്കയിറച്ചി ഫ്രൈ ആക്കുമ്പോൾ ചെറിയുള്ളിയാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. ഇനിയിപ്പോൾ അത് പൊളിക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ സവാള എടുത്തോ, 2 സവാള എടുത്താൽ മതി. അല്ല 2 സവാള മതി, വലിയ സവാള നോക്കി, അല്ലെങ്കിൽ ഇങ്ങനെ കുഴഞ്ഞു പോവും. ഇത് എന്താ പറയുക, നന്നായിട്ട് ഫ്രൈ ആവണം കേട്ടോ ഈ ചെറിയുള്ളി. അതിന് ശേഷം വേണം ഏകദേശം ഒന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, കറിവേപ്പിലും. അതും ഒന്ന് നന്നായിട്ടൊന്നായി കഴിയുമ്പോഴേ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാവുള്ളേ. അപ്പം നല്ല അടിപൊളി ഒരു ഫ്രൈ ആയിരിക്കും. ഇത് നമുക്ക് കൊടുത്തു വിടുകയൊക്കെ ചെയ്യാവേ. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്തു വിടാനൊക്കെ കേടാവാതിരിക്കുക. അതുകൊണ്ടാണ് ചെറിയുള്ളി നന്നായിട്ട് മൂക്കണമെന്ന് പറയുന്നത്. കാണിച്ചു തരാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കക്കയിറച്ചിക്കകത്തുള്ള ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ചെറിയുള്ളിക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ഇട്ടാൽ മതി, ലാസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് ഫ്രൈ ആയിക്കോട്ടെ. നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി കുറച്ച് നമ്മൾ ചേർത്തതാ, പക്ഷേ ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നം വരുന്നത് കൊണ്ട് എന്തായാലും കുറച്ചും കൂടെ ചേർക്കണം. കുറച്ച് കറിവേപ്പില. എല്ലാവർക്കും ഇത് കഴിക്കാൻ പേടിയെന്ന് വെച്ചാൽ ഗ്യാസിൻ്റെ ഒരു പ്രശ്നം. പക്ഷെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് നല്ലതായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഒന്നും പേടിക്കണ്ട, നന്നായിട്ട് കഴിക്കാം. യൂറിക് ആസിഡൊക്കെ ഉള്ളവർ കഴിക്കരുത് കേട്ടോ, കാൽസ്യം കൂടുതലാണേ. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവേ. എന്താണെന്ന് നോക്കിയേ, കുരുമുളക് പൊടിയാണ് കൂടുതൽ എടുത്തേക്കുന്നത്. പിന്നെ ഇത് എൻ്റെ സ്പെഷ്യൽ ബീഫ് മസാലയാണ്. ഇത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി കൂടുതൽ വേണേ. ഇതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. ഇത് ഇട്ട് കൊടുക്കാം. നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന കക്കയിറച്ചി ഇട്ട് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണേ. ഇനി ചേർക്കാനുള്ളത് കുറച്ച് ഗരം മസാലയും ലാസ്റ്റ് ആകുമ്പോൾ കുറച്ച് കുരുമുളക് പൊടി നോക്കിയിട്ടേ അത്രയും ചേർത്താൽ മതി. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത്
കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കണം. ഞാനേ ഒന്ന് ചട്ടി മാറി കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഫ്രൈ ആകണമെങ്കിൽ അതിനകത്ത് കിടന്നാവൂല, ഇത്രയും സാധനം ഇല്ലേ. അതുകൊണ്ട് നമ്മൾ ചട്ടി ഒന്ന് മാറിയിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ആ വെളിച്ചെണ്ണയിലാണ് കിടന്ന് ഇനി ഒന്ന് ഫ്രൈ ആവേണ്ടത്. ഇനി ഇതിനകത്ത് കുരുമുളക് പൊടിയാണ് ചേർക്കേണ്ടത്, എരിവിന് പാകത്തിന്. വേണമെങ്കിൽ കുറച്ച് ഗരം മസാലയും കൂടി ആവാം, നിർബന്ധമില്ല, അത് നിങ്ങളുടെ ടേസ്റ്റ് നോക്കിയിട്ട്. ഇതിനി ഇവിടെ കിടന്ന് നന്നായിട്ടൊന്ന് ആയിക്കോട്ടെ. നമ്മുടെ കക്കയിറച്ചി ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് എങ്ങനെ പോയാലും നമ്മുടെ ബീഫ് ഫ്രൈ ഇരിക്കും പോലെ പുറത്ത് വെച്ചാൽ 2-3 ദിവസം ഒന്നും ആവാതെ ഇരിക്കും. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്തു വിടാം, അതുപോലെ തന്നെ നമുക്ക് വീട്ടിലും കഴിക്കാം. നോക്കിയേ, ഇതുണ്ടല്ലോ, ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തായിരുന്നു, കുറച്ച് കുരുമുളക് പൊടി ഇട്ടായിരുന്നു, ഇച്ചിരി കറിവേപ്പില ഇട്ടേ. ഇനി ഇതിങ്ങനെ ഉണ്ടല്ലോ പൊട്ടി പൊട്ടി വരും, അപ്പോഴാണ് നല്ലപോലെ ഫ്രൈ ആവുന്നത്. പിന്നെ എടുക്കുമ്പോൾ ചൂടാക്കി ഉപയോഗിച്ചാൽ ഒന്നും കൂടെ അടിപൊളി. കണ്ടോ എന്നാ ടേസ്റ്റ് ആണെന്നറിയോ കഴിക്കാൻ. അത് ആ ചെറിയ ഉള്ളി തന്നെ ഉണ്ടാക്കണം കേട്ടോ, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക. ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാ ഇത്രയൊക്കെ ഉണ്ടാക്കുന്നല്ലേ? ഊഹിക്കാവുന്നേ ഉള്ളൂ. മോള് വന്ന് പോകാറായി, 10 ദിവസത്തേക്കിനെ വന്ന്. അപ്പോൾ അവൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പം അങ്ങനെ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ കക്കയിറച്ചി ഫ്രൈയും കൂടെ കണ്ടോ. ഇനിയും നല്ലപോലെ കറുത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ വെച്ചിട്ട് നമുക്ക് കറുപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഒന്ന് ചൂടാക്കുമല്ലോ, അപ്പോഴത്തേനും ആ ഒരു പരുവത്തിൽ അവർക്ക് കറുത്ത് കിട്ടുവേ. ഒത്തിരി കറുപ്പിച്ച് കൊടുത്തു വിട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, പിന്നെ അവിടെ ചെന്ന് ചൂടാക്കുമ്പം പിന്നെ ഒരു ടേസ്റ്റ് മാറ്റം വരും. ഇങ്ങനെയാണെങ്കിൽ, ഈ പരുവത്തിലാണെങ്കിൽ നമുക്കത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവർ ചൂടാക്കുമ്പോൾ കറക്റ്റ് പരുവത്തിലും കിട്ടും കേട്ടോ. നല്ല രസമാണ് ഇത് കഴിക്കാൻ, വെറുതെ കിട്ടാതെ. എനിക്ക് ഭയങ്കര ഇഷ്ടം. യൂറിക് ആസിഡ്, കിഡ്നി സംബന്ധമായ അസുഖക്കാർ, അങ്ങനെ കാൽസ്യം കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റാത്തവരാരും ഇത് കഴിക്കുകയും ചെയ്യരുത് കേട്ടോ. കൊതിയുണ്ടായവർ ഇച്ചിരിയൊക്കെ കഴിക്കും. ഇപ്പം എല്ലായിടത്തും കിട്ടും. അപ്പം അങ്ങനെ നമ്മുടെ ഒരു അടിപൊളി കക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്ത് തണുത്ത് കഴിയുമ്പം പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ കക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം തണുത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇനിയിപ്പോൾ ഇത് പ്ലേറ്റിലോട്ടൊന്നും മാറ്റേണ്ട കാര്യമില്ല, ഇങ്ങനെ തന്നെ കാണുമ്പോൾ നല്ല ഭംഗിയില്ല. അപ്പോൾ ഇത് തണുത്താലേ എനിക്ക് മാറ്റാനും പറ്റുള്ളേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.